ഹലോ. ഇന്ന് വീടിനെ പറ്റി സംസാരിക്കാമെന്ന് ഞാൻ ആലോചിച്ചു. വീട് എന്തിനാണെന്ന് വെച്ചാൽ ഫിനാൻസിനെ പറ്റി സംസാരിച്ച് വീടിലേക്ക് വരാം. കാര്യം ഞാൻ പറയാം. കൂടുതൽ സമയം റെന്റിന് താമസിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. ബിക്കോസ് അതായിരുന്നു നമുക്ക് അന്നേരം അഫോർഡ് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലം അങ്ങനെയല്ല. കാലമൊക്കെ മാറി, കുട്ടികൾക്കൊക്കെ കൂടുതൽ ശമ്പളമൊക്കെ കിട്ടിത്തുടങ്ങി. അപ്പോൾ വീട് റെന്റ് ചെയ്യണോ ബൈ ചെയ്യണോ എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. സി, ഒരു ആവറേജ് മലയാളിയുടെ സ്വപ്നമാണ് വീട്. അപ്പോൾ ആ വീട് എന്ന് പറയുന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണ് ചിലരെല്ലാം പണ്ട് ഗൾഫിൽ പോയിരുന്നത്. കൂട്ടുകുടുംബത്തിലല്ലേ കിടന്നിരുന്നത്. ആ സമയത്ത് ഒരു വീട് ഉണ്ടാക്കുക എന്ന് പറയുന്നത് അതൊരു വലിയ പണി തന്നെയായിരുന്നു കേട്ടോ. ആ സമയത്തും എയ്റ്റീസിലും 72-ലാണ് ഓയിൽ കണ്ടുപിടിച്ചതെന്ന് പറയപ്പെടുന്നു. എവിടെ? ഗൾഫ് നാടുകളിൽ, ഐ മീൻ UAE-യിൽ. അതിന് ശേഷമാണ് ഇവിടുന്ന് ആളുകളെ എല്ലാം കൊണ്ടുപോയി. കാരണം അവിടെ അധികം ഇപ്പം ചെന്നാലും കൂടെ പോപ്പുലേഷൻ വളരെ കുറവാണ് അവിടെ. അതുകൊണ്ടാണ് ഓരോ വീട്ടിലും 4ഉം 5ഉം മക്കളൊക്കെ അവർ ഉൽപ്പാദിപ്പിക്കുന്നത്. ഐ ഹാവ് ടു യൂസ് ദാറ്റ് വേർഡ്, മാനുഫാക്ചറിങ് എന്നുള്ള വേർഡ് തന്നെ ഞാൻ പറയുകയാണ്. ബിക്കോസ് അവിടെ അവർക്ക് കുട്ടികൾ ഉണ്ടായേ പറ്റുള്ളൂ. അവർക്ക് ഒരു ട്രീയെ വളർത്തുന്നതും ഒരു കുഞ്ഞിനെ വളർത്തുന്നതും ഒക്കെ ഭയങ്കര, എന്താ പറയണ, വളരെ പ്രഷ്യസ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു മരമൊക്കെ അവിടെ മുറിച്ചു കഴിഞ്ഞാലേ നമ്മളെങ്ങനെ അതിൽ നിന്ന് വല്ലതും വെട്ടി കൊണ്ടുപോവുകയോ മുറിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അകത്താവും. അങ്ങനെ പലർക്കും ഫൈനും കിട്ടിയിട്ടുണ്ട്. വളരെ സ്ട്രിക്റ്റ് ആണ് ആ കാര്യത്തിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഈ മരുഭൂമിയെ അവരങ്ങനെ ആക്കിയെടുക്കാനായിട്ട് അത്ര ടാസ്ക് ചെയ്തിട്ടുണ്ട്. ആ ടാസ്ക് അത് മാത്രമല്ല കേട്ടോ, ഇവര് ഈ നമ്മുടെ ഇവിടുന്ന് പോയിട്ടുള്ള ആൾക്കാരെ അവർ ഒരുപാട് ഹെൽപ്പും ചെയ്തിട്ടുണ്ട്. അവർക്ക് പണം ഉണ്ടായിട്ട് വരുമ്പോൾ, അതായത് ഐ എം ടോക്കിംഗ് അബൌട്ട് ദ അറബ്സ്. അവിടെ പണം ഉണ്ടായിട്ട് വന്നപ്പോൾ നമ്മുടെ നാട്ടിലേക്കാണ് അതിൻ്റെ ഗുണം വന്നത്. അതിൻ്റെ ഒന്നാമത്തെ റീസൺ ഈ പറഞ്ഞ പോലെ അവിടെ ഉള്ളത് ഭരണാധികാരികൾ വന്ന് അവരുടേതാണ് ആ രാജ്യം, മനസ്സിലായോ? അവരാണ് ഓണർ ഓഫ് ദാറ്റ് കൺട്രി. അബുദാബി, ദുബായ് ഒക്കെ. അപ്പം അങ്ങനെയുള്ള ആ സ്ഥലത്തിൻ്റെ ഓണേഴ്സ് അവരാണ്. സോ നമുക്ക് അവിടെ വീട് വാങ്ങിക്കാനും വിൽക്കാനും ഇവിടുത്തെ പോലൊന്നും പറ്റില്ലായിരുന്നു. ആ സമയത്ത് എന്താണെന്ന് വെച്ചാൽ അവിടെ ഉണ്ടാകുന്ന പണം മുഴുവനും കേരളത്തിലേക്ക് അയക്കുന്നു. കേരളത്തിലെ സമ്പദ് വ്യവസ്ഥ നന്നാവുന്നു. എങ്ങനെ? ആളുകൾ വീട് പണിയുന്നു, കൊട്ടാര സദൃശ്യമായ വീടുകൾ പണിയുന്നു. ആ വീട്ടിലേക്ക് കല്ലും മണ്ണും സിമെന്റും ഒക്കെ ആവശ്യമായി വരികയല്ലേ. അപ്പോൾ പിന്നെ ലേബറേഴ്സിന് ആവശ്യമായി വരുന്നു. അങ്ങനെ ഒരു വീട് പണിയുമ്പോഴേക്കും ഒരു 1-2 വർഷം വരെ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള ആളുകൾക്കൊക്കെ ജോലിയും കിട്ടുന്നു അല്ലേ. അങ്ങനെ സമ്പദ് വ്യവസ്ഥ വലുതാവുകയല്ലേ. അപ്പോൾ ഒരു നേരം കഞ്ഞിയും പയറ് മാത്രം കഴിച്ചിരുന്നവർ ഒരു നേരം ചിക്കനും കൂടെ വാങ്ങിക്കാൻ ശ്രമിക്കുന്നു. അപ്പം എന്തായി? ആ ഒരു ജംഗ്ഷനിൽ ഒരു ചിക്കൻ കട വരുന്നു, അല്ലെങ്കിൽ ബീഫ് കട വരുന്നു, അല്ലെങ്കിൽ മട്ടൻ കട വരുന്നു. ബിക്കോസ് പീപ്പിൾ ക്യാൻ എഫോർഡ്. അതൊരു ലക്ഷറി ആയിട്ട് ഇപ്പം തോന്നുന്നേ ഇല്ല ആൾക്കാർക്ക് അല്ലേ. അന്നത്തെ കാലത്ത് ആളുകൾ ഇങ്ങനെ പൈസ വരുമ്പോൾ ദേ സ്റ്റാർട്ടഡ് ഹാവിങ് ഗുഡ് ഫുഡ്. അവരുടെ ജീവിത നിലവാരം ഉയരുന്നു. ചുറ്റുവട്ടത്തുള്ള ആളുകളുടെയും ജീവിത നിലവാരം അതനുസരിച്ച് ഉയരുന്നു. ബിക്കോസ് ഞാൻ ഈ പറഞ്ഞ പോലെ അവർക്കും ഒരു ഇതുണ്ടാക്കാൻ പറ്റുന്നു. ലിവിങ് ഔട്ട് ഓഫ് ഇറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നു അല്ലേ. അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവർക്ക് പിന്നെ ഈ അതിമോഹം എന്ന് പറയുന്ന സാധനങ്ങൾ വന്നു ഭവിക്കുന്നത്. അപ്പോൾ എന്ത് പറ്റും? അടുത്ത പറമ്പ് വാങ്ങിക്കാം. അത് പറമ്പ് വാങ്ങിക്കുന്നു. അത് കഴിയുമ്പോൾ എന്തായി? അന്ന് അതിൻ്റെയും കൂടെ കടം വീട്ടാം. അത് കഴിയുമ്പോൾ എന്തായി? മകളുടെ വിവാഹം ആർഭാടമായിട്ട് നടത്തണം. ഗൾഫുകാരൻ്റെ മോളല്ലേ, പൊന്നിന് കുളിപ്പിച്ച് വിടും അല്ലേ. ഇതൊക്കെയാണ് ഒരു ആവറേജ് മലയാളിയുടെ സ്വപ്നം. അപ്പം ഞാൻ ഇതിനകത്തേക്കല്ല പോകുന്നത്. ബട്ട് വാട്ട് ഐ എം ട്രൈങ് ടു സേ ഈസ്, ഇപ്പോൾ എന്തുകൊണ്ടാണ് മലയാളി യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കൊക്കെ പോയിട്ട് പിന്നെ തിരിച്ചു വരാത്തത്? സിമ്പിൾ. അവിടെ ധനികരായിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ, ധനമുള്ള രാജ്യത്ത് ഇൻഫ്രാസ്ട്രക്ചറൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും അല്ലേ. അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഒരു പ്രത്യേക താളത്തിൽ അങ്ങ് പോകും. ഇവിടുത്തെ പോലെയല്ല. അതുകൊണ്ടാണ് കുട്ടികൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ എല്ലാം ലക്ഷറി. പിന്നെ എന്തിനാണ് നമ്മൾ ഈ കഷ്ടപ്പെട്ട് ഇന്ത്യയിൽ ജീവിക്കുന്നതെന്ന് തോന്നിപ്പോവും അല്ലേ. അതുകൊണ്ടാണ് അവരവിടെ ചെല്ലുകയും ചെയ്യും. അവിടുത്തെ ആളുകൾ, അവിടുത്തെ പൊളിറ്റീഷ്യൻസ് അല്ലേ അവിടെയൊക്കെ, അവരെ എന്താ സമ്മതിക്കുന്നതെന്ന് വെച്ചാൽ ദേ ആർ അലൗവിങ് ദം ടു ബൈ ദ ലാൻഡ് ഓവർ ദർ. ഈവൻ ഇംഗ്ലണ്ടിലും എല്ലായിടത്തും നമുക്ക് സ്ഥലം മേടിച്ച് അവിടെ വീട് വെക്കാമല്ലോ. ബിക്കോസ് വി ബിക്കം ദ ഓണർ ഓഫ് ദറ്റ് സ്മോൾ പാച്ച് ഓഫ് ലാൻഡ് ഓവർ ദർ. അത് നമ്മളുടെ
എപ്പോഴും നമ്മുടെ ഒരു ഒരു സ്വപ്നമാണ് മലയാളിക്ക്. ഒരു വീട് വേണം, കൂട് വേണം എന്നുള്ളത് അവർ എവിടെ പോയാലും അവർ അതായിരിക്കും ആദ്യം നോക്കുന്നത്. ഇവിടെ എന്താ സ്ഥലത്തിന് വില എന്ന് ചോദിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്ത്യൻസ്, മലയാളി എന്ന് മാത്രമല്ല ഇന്ത്യൻസ് അങ്ങനെയാണ്. അപ്പോൾ ദേ വിൽ ഡു ദാറ്റ്. അപ്പോൾ ഇവിടെ ഈ ഗൾഫ് നാടുകളിൽ ഇപ്പോൾ അവരെന്ത് ചെയ്തു? അവർ ഓപ്പൺ അപ്പ് ആക്കിയാണ്, അവർ ഫ്രീ ഹോൾഡ് കൊടുക്കുകയാണ്. എന്തിനാണെന്നറിയോ? അവർ പറയാണ് എന്നാൽ മാത്രമാണ് ഇവിടെ ജനങ്ങൾ ഉണ്ടാവുള്ളൂ. കുറേ വർഷങ്ങൾ ഇപ്പം ഞങ്ങളൊക്കെ ഒരു 20-25 വർഷം അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിച്ച് ഇങ്ങോട്ടല്ലേ വരിക. അപ്പോൾ അവിടെ വരാതെ, ഇങ്ങോട്ട് വരാതെ അവിടെ തന്നെ താമസിക്കുകയാണെങ്കിൽ ആ രാജ്യത്തിലേക്ക് നമ്മൾ ഉണ്ടാക്കുന്ന പൈസ നമ്മളവിടെ EMI അടയ്ക്കുകയാണെങ്കിൽ അവരുടെ ഇക്കണോമിക് വ്യവസ്ഥ ഇതിലേക്ക് അത് ഇടും അല്ലേ? അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ കുറച്ചൊരു മാന്യം അനുഭവപ്പെടുന്നുണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട്. റിയൽ എസ്റ്റേറ്റിലുമൊക്കെ കുറച്ചൊരു മാന്യമുണ്ട്. ഇവിടെ തന്നെ ജീവിച്ച് ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്ന ആളുകൾ മാത്രമായിരിക്കും ഇവിടെ വീട് മേടിക്കാനും ഇവിടെ സെറ്റിൽ ചെയ്യാനും ഇഷ്ടപ്പെടുന്നത്. പക്ഷേ നമ്മുടെ നാട് എന്ന് നമ്മുടെ നാട് തന്നെയല്ലേ. അപ്പോൾ എന്താണ് ഇതിനുള്ളൊരു പ്രതിവിധിയായിട്ട് എൻ്റെ മനസ്സിൽ വരുന്നതെന്ന് വെച്ചാൽ ഞാൻ പറയട്ടെ. മൂവ് ഫ്രം വില്ലേജസ് ടു സിറ്റീസ്. കേട്ടോ, വില്ലേജസിൽ നമ്മൾ സ്ഥിരമായിട്ടങ്ങ് താമസിക്കാതെ യു ഷുഡ് ഹാവ് എ ഫാം ഹൗസ്, യു ഷുഡ് ഹാവ് യുവർ ഫാദേഴ്സ് ഓർ ആൻസെസ്ട്രൽ ഹോം ഓവർ ദർ, മെയിൻറ്റെയിൻ ഇറ്റ്. ഒരു 3-4 മക്കൾക്ക് കൂടി ഒരെണ്ണമാണ് കിട്ടിയത്, അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അവരോട് കുറച്ച് ഓപ്പൺ ഡിസ്കഷൻ ചെയ്യുക, വിറ്റ് കളയണ്ട. ഓപ്പൺ ഡിസ്കഷനിൽ നമ്മൾ 3 പേർക്കും കൂടെ ഒരു വീടാണെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഈക്വൽ പങ്കാളിത്തമായിരിക്കണം. അതല്ലെങ്കിൽ പ്രശ്നം വരും കേട്ടോ. അപ്പോൾ ഈക്വൽ പങ്കാളിത്തം അല്ലാതെ വരുമ്പോൾ എന്ത് പറ്റും? അത് ആൾക്കാർ വിറ്റ് കളയും. അപ്പോൾ അങ്ങനെ വിൽക്കാതെ അതവിടെ വെക്കുക എന്നാണ് എൻ്റെ അഭിപ്രായം ആണ് കേട്ടോ ഞാൻ പറയുന്നത്. അതിനുശേഷം നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞങ്ങളൊക്കെ ചെന്നൈയിലേക്കും ബാംഗ്ലൂരിലേക്കൊക്കെ ആളുകൾ പോകുന്നുണ്ട്. വൈ? ബിക്കോസ് ആ ഒരു ക്ലസ്റ്ററിൽ അവിടെ ഇഷ്ടംപോലെ സ്കൂൾസ് ഉണ്ട്. പിന്നെ പല ഇടത്തു നിന്ന് വരുന്ന ആളുകളെല്ലാം അവിടെ വന്ന് ഇരിക്കുന്നു, അവരുടെ വ്യൂ പോയിന്റ് കിട്ടുന്നു. കുട്ടികൾക്ക് കൂടുതൽ ഇന്ത്യൻ എന്താ പറയുക എക്സ്പോഷർ കിട്ടുന്നു. സപ്പോസ് ഇഫ് യു ആർ സിറ്റിംഗ് ഇൻ യുവർ ഹോം സംവർ ഹിയർ എന്ന് തന്നെ വെച്ചോ. ഇവിടെ പെരുമ്പാവൂർ എന്ന് പറഞ്ഞ കാലടി എന്ന് പറഞ്ഞ സ്ഥലമാണല്ലോ. ഇവിടെ തന്നെ ഇരുന്ന് എൻ്റെ ബ്രദറിൻ്റെ മകൻ ഇവിടെ വളർത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഞാനും ഇവിടെയൊക്കെ തന്നെ ഇരുന്ന് എൻ്റെ മോളെ ഇവിടെ വളർത്തുകയാണെങ്കിൽ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവില്ല. അതിനെയാണ് നമ്മൾ കൂപമണ്ഡൂകം എന്ന് പറയുന്നത്. എൻ്റെ അച്ഛൻ എപ്പോഴും പറയും, ഇവിടെ തന്നെ ഇരുന്നാൽ പോരെ, നിങ്ങൾക്ക് ഇവിടെ എത്ര പേരുണ്ട്. മലയാറ്റൂർ രാമകൃഷ്ണനൊക്കെ ഇവിടെ നിന്നാണ് പഠിച്ച IAS ആയിരുന്നു. നോക്കൂ, വളരെ ബുദ്ധിമുട്ടാണ് അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാനായിട്ട്. ബിക്കോസ് ഇത് തന്നെയാണ്. ലെറ്റ് മീ കം ടു ദറ്റ് പോയിന്റ് ഓൾസോ വൺ മോർ ടൈം. ഐ വിൽ കം ബാക്ക് ടു ദ അതർ പോയിന്റ്. വർക്ക് ഫ്രം ഹോമിന് പറ്റുന്ന കുഴപ്പം. വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഷുഡ് ബി എൻ്റർടൈൻഡ്. അത് വന്നിട്ട് കണ്ടിൻജൻസീസിന് മാത്രമായിരിക്കണം. ലൈക്ക് ഒരു കുട്ടി പ്രസവിച്ചു, അതിന് ഒരു കുഞ്ഞിൻ്റെ കൂടെ ഇരിക്കാൻ വേണ്ടിയിട്ട് വർക്ക് ഫ്രം ഹോം അലോട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു കാലിന് ആക്സിഡൻ്റ് ആയി എന്നും കമ്മ്യൂട്ട് ചെയ്യാൻ പറ്റില്ല, വർക്ക് ഫ്രം ഹോം അലോട്ട് ചെയ്യുക. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു പെർമനൻറ്റ് ഡിസബിലിറ്റി ഉള്ള ആളാണെങ്കിൽ അദ്ദേഹത്തിന് വർക്ക് ഫ്രം ഹോം കൊടുക്കുക. അങ്ങനെ ആയിരിക്കണം. സോ ദാറ്റ് അത് അർഹതപ്പെട്ടവർക്ക് കിട്ടുകയും ചെയ്യും. ആൻഡ് പോയി വർക്ക് ചെയ്ത് വരുമ്പോൾ നമ്മൾ ആ ഓഫീസിൽ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് കിട്ടുന്ന ഒരു ഇതില്ലേ, എന്തായാലും പറയണേ, എല്ലാവരും കൂടെ ഇരുന്നിട്ടും സംസാരിച്ചിട്ടുമൊക്കെ ഒരു കോർഡിനേഷൻ ഉണ്ടാകും, ഒരു കോംറേഡ്ഷിപ്പ് ഉണ്ടാകും, ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകും. സോ യു ഹാവ് ഇറ്റ് ഈസ് ബെറ്റർ ടു ഗോ ടു ഓഫീസ് ആൻഡ് വർക്ക്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മൂവ് ടു സിറ്റീസ് എന്ന്. കാരണം ഗ്രാമങ്ങളിൽ എവിടെ വർക്ക് ഉണ്ടാവാനാണ്, ജോലി ഉണ്ടാവാനാണ്. അപ്പം വി ഹാവ് ടു മൂവ് ടു സിറ്റീസ് അല്ലേ. നമ്മളിവിടെ തന്നെ ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റില്ല. അതനുസരിച്ച് നമ്മുടെ മക്കൾക്ക് ഡെവലപ്മെൻറ്റ് ഉണ്ടാവും. സോ എൻ്റെ വീക്ഷണങ്ങളിൽ 2-3 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. വൺ, യു ഹാവ് ടു സെൻഡ് യുവർ ചിൽഡ്രൻ ടു ഗുഡ് സ്കൂൾസ്. അത് ഗുഡ് സ്കൂൾസ് എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് ഫീസ് കൊടുത്ത് പോകുന്ന സ്കൂൾസ് അല്ല ഗുഡ് സ്കൂൾസ്. മൂവ് ഇൻ ടു എ ലിറ്റിൽ മോർ സിറ്റി കൈൻഡ് ഓഫ് എൻവിറോൺമെൻറ്റ്. ഇപ്പം ഞങ്ങൾ ഇവിടെയാണെങ്കിൽ വി ഹാവ് ടു മൂവ് ടു കൊച്ചിൻ, അല്ലെങ്കിൽ വി ഹാവ് ടു മൂവ് ടു തൃശ്ശൂർ. അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റി, കുറച്ചൊരു സിറ്റി ആയിട്ടുള്ള ഒരു ടൗൺ ആയിട്ടുള്ള ഒരിടത്ത് പോയാൽ കുട്ടികൾക്ക് പഠിക്കാനായിട്ട് കുറച്ചുകൂടി എളുപ്പമായിട്ടും, പിന്നെ ദറ്റ്സ് ഡിഫറെൻറ്റ്. എങ്ങനെ പറയാതെ ഞാൻ അതിന് ഒരു കുറച്ചുകൂടെ ഒരു വീക്ഷണം നന്നായി വരും കുഞ്ഞുങ്ങളുടെ. ഇവിടെ തന്നെ നിന്ന് പഠിക്കുകയും ഇതൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ അവരിൽ ഉണ്ടാകുന്നത് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറഞ്ഞൊരു മെൻറ്റാലിറ്റിയാണ് ഇവിടെ ഉള്ളവർക്ക് ഉണ്ടാവുക. അതായത്
ഗ്രാമത്തിലുള്ളവർക്ക് എന്താണെന്ന് വെച്ചാൽ എവിടെ പോയാലും ഫൈറ്റ് ചെയ്യണം, ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് കയറണം ഈ ഗ്രാമത്തിലുള്ള ആൾക്കാർ. അതുണ്ട്. നിങ്ങളതുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാലും എന്നെ കണ്ടാൽ തന്നെ മതി. ഞാൻ ഈ ഗ്രാമത്തിൽ വളർന്ന കുട്ടിയാണ്. ഞാൻ എറണാകുളത്തേക്ക് പഠിക്കാൻ പോയതിന് ശേഷമാണ് എനിക്ക് എൻ്റെ കണ്ണ് തുറന്ന് കാഴ്ചകൾ കാണാനും അഡോപ്റ്റ് ചെയ്യാനും പറ്റിയത്. സോ രണ്ട് വശവും കണ്ട ആളാണ് ഞാൻ. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഐ മൂവ്ഡ് ടു ചെന്നൈ. അപ്പോൾ ആ ചെന്നൈ എന്ന് എനിക്ക് തന്നത് എന്താണെന്ന് അറിയാവോ? ജീവിതം എന്നെ ഇങ്ങനെ കൈത്താളിൽ വെച്ചിട്ട് തന്നു. എൻ്റെ ജീവിതം എനിക്ക് ഇങ്ങനെ ചെയ്യൂ എന്ന് ഞാൻ അറിയാതെ ആ ഒഴുക്കിൽ ഐ വാസ് ട്രൈങ് ടു എമുലേറ്റ് അതേഴ്സ്. അതായത് ഞാൻ എങ്ങനെ ഡ്രസ്സ് ചെയ്യണം, എങ്ങനെ പെരുമാറണം. ഞാനൊരു വല്ലാതെ ഒരുമാതിരി അപമാനിക്കപ്പെട്ടു പോയ ഒരവസ്ഥയുണ്ട്. ഐ യൂസ് ടു ടോക്ക് ഓൺ ടോപ്പ് ഓഫ് മൈ വോയിസ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഏതെങ്കിലും ഒരു കടയിൽ ചെല്ലുമ്പോൾ ഞാൻ സംസാരിക്കുന്നത് ഒരുപാട് ഉച്ചത്തിലാണെന്ന് ഞാൻ അറിയുന്നില്ല. ബിക്കോസ് ഐ വാസ് സിറ്റിംഗ് അറ്റ് ഹോം. എപ്പോഴും ഞാൻ വീട്ടിലിരുന്നിട്ട് ഐ വാസ് ജസ്റ്റ് ലൈക്ക് ഇറ്റ് വാസ് മൈ വേൾഡ് അല്ലേ. ഞാൻ എങ്ങനെ ബിഹേവ് ചെയ്യണം, എൻ്റെ എറ്റിക്കറ്റിനെ പറ്റി ഞാൻ ബോധേഡേ അല്ലായിരുന്നു വൈൽ ഐ വാസ് അറ്റ് ഹോം. അപ്പം ഞാൻ ഏതെങ്കിലും ഒരു കടയിൽ ചെന്നിട്ട് ഐ വാസ് ജസ്റ്റ് ടോക്കിംഗ് in a loud voice. My decibel was like എന്താ എവിടെ അങ്ങനെ, ലൈക്ക് ഇറ്റ് വാസ് വെരി വെരി ബാഡ്. അതായത് ഒരു സോഷ്യൽ എറ്റിക്കറ്റ് എന്ന് പറഞ്ഞത് അറിയില്ലായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറയും എന്തിനാ ചലക്കുന്നത്, ഹിസ് വേ ഓഫ് ടോക്കിംഗ് ഇസ് ലൈക്ക് ദാറ്റ്. ഹിസ് പാരൻസ് ടോക്ക് ദാറ്റ് ലോക്കൽ മലയാളം അതേ അദ്ദേഹത്തിന് അറിയുള്ളൂ. അപ്പം എന്തിനാണ് ഉച്ചത്തിൽ സംസാരിക്കുന്നതെന്നാണ് അദ്ദേഹം മീൻ ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ലൗഡായിരുന്നു. യെസ്. അപ്പം മോളും പറയുമായിരുന്നു. പിന്നെ അവർ രണ്ടുപേരും നല്ല മിതമായിട്ടാണ് പറയുന്നത്. സോ ഞാൻ പ്രാക്ടീസ് ചെയ്യാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ ആളുകളെ കാണാൻ തുടങ്ങി. എനിക്ക് മനസ്സിലായി ദിസ് ഇസ് നോട്ട് ഹൗ യു ഹാവ് ടു ബിഹേവ്. അത് ഞാൻ ഗ്രാമത്തിൽ ഇവിടെ ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടിയ ഒരു ബാഡ് ബിഹേവിയറാണ് ടോക്കിംഗ് ഓൺ ടോപ്പ് ഓഫ് യുവർ വോയിസ്. മറ്റുള്ളവരെ ശ്രദ്ധിക്കാതെ ഒരു കൂട്ടം ആളുകൾ നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക്, മേ ബി ഇറ്റ് ഈസ് ഇൻ എ ഹോസ്പിറ്റൽ ഓർ മൈ ബി ഇൻ എ ഹോട്ടൽ വെർ വി ആർ ഗോയിങ് ടു ഹാവ് ലഞ്ച്, അവിടെയൊക്കെ പോയിട്ട് ഉറക്കെ സംസാരിക്കുക. അത് വല്ലാത്ത ഒരു മോശം പ്രവണതയാണ്. ശരി, അത് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ സിറ്റി ലൈഫും പിന്നെ ഗ്രാമത്തിലെ ലൈഫും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇവിടുത്തെ ഓക്കെ, ഞാൻ ഇന്നലെയും പറഞ്ഞു ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം എന്ന് പറയാം എന്നല്ലാതെ രാത്രിയൊക്കെ വന്ന് ഇവിടെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് റിട്ടയർഡ് ആയിട്ടുള്ള അവരുടെ അടുത്ത് വന്ന് ഒരാഴ്ച നിന്നിട്ട് പോകുന്ന പോലെയല്ല നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ താമസിക്കുന്നത്. അങ്ങനെ താമസിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അതേപോലെയുള്ള ഈ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയണ പോലെ ദേ റിയലി ഹാവ് ടു ഫൈറ്റ് ഫോർ എവറിത്തിങ്. അത് നിങ്ങൾ ഏത് രീതിയിലൊക്കെ ആണെന്ന് ചോദിച്ചാൽ, ഞാൻ വളർന്നു വന്ന സാഹചര്യങ്ങളിൽ ഒരു എൻട്രൻസ് കോച്ചിങ്ങിന് പോകണമെങ്കിൽ വി ഹാവ് ടു ഗോ ടു കൊച്ചിൻ, എറണാകുളം. ഇവിടെ നിന്ന് 1.5 മണിക്കൂർ ബസ് പിടിച്ച് പോകണമായിരുന്നു. ഇപ്പോഴും ദൂരം കുറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. 40 കിലോമീറ്റർ എന്ന് പറയുന്നത് 40 കിലോമീറ്റർ തന്നെയാണ്. ഇപ്പോൾ മെട്രോ ഒക്കെ ആലുവയിൽ നിന്ന് ഉണ്ടെന്ന് പറയാം എന്നല്ലാതെ പകുതി വഴിക്ക് ബസ്സിന് പോയേ പറ്റൂ. ആ പോകുന്ന അത്രയും വഴി തന്നെ വി ഹാവ് ട്രാഫിക്. ഇതൊക്കെ ഉണ്ടല്ലേ. എന്നാൽ ആ തരത്തിലുള്ള കോച്ചിങ് സെൻറ്റർ ഇവിടെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോഴും എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യൂ. അങ്കമാലി, കാലടി ഭാഗങ്ങളിലൊക്കെ അങ്ങനത്തെ പാല, ബ്രില്യൻ്റ് ഒക്കെ പോലത്തെ കോച്ചിങ് സെൻറ്റേഴ്സ് ഉണ്ടോ എന്ന് ഐ ഡോണ്ട് നോ. ബിക്കോസ് ഇവിടെ നിന്നും ആളുകൾ തൃശ്ശൂരിൽ പോവുമായിരുന്നു കോച്ചിങ്ങിന് വേണ്ടിയിട്ട്. എന്തുവായിരുന്നു, പി സി തോമസിൻ്റെ കോച്ചിങ് സെൻറ്ററിൽ പോകുമായിരുന്നു. പിന്നെ ഇതൊക്കെ നടന്ന കാര്യങ്ങൾ. ഞാൻ യൂണിവേഴ്സലിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഐ ടോൾഡ് യു നോ, എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. സെൻറ്റ് റിസാസ് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ, അതായത് +2 ആണ് അന്ന്, പ്രീ ഡിഗ്രി ആണല്ലോ. സെൻറ്റ് റിസാസ് കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ ഇങ്ങനെയായിരുന്നു മാത്സും ഫിസിക്സും ഒക്കെ ചെയ്യണം. അത് എന്താണെന്ന് ചോദിച്ചാൽ അപ്പോൾ എല്ലാവരും ചോദിക്കും നിങ്ങളുടെ സ്കൂളിലൊക്കെ ഈ പ്രയാസമായിരുന്നു കേട്ടോ. കാരണം ഇവിടെ തന്നെയുള്ള കുട്ടികളൊക്കെ തന്നെയാണ് വളർന്ന് വലുതായി ടീച്ചേഴ്സായിട്ട് ഞങ്ങളെ വന്ന് പഠിപ്പിക്കാൻ വരുന്നത്. സോ യു നോ, കുറച്ച് കുറവായിരുന്നു എക്സ്പോഷർ. കുറ്റം പറയല്ല, നമ്മുടെ ആൽമ മാറ്ററിന് കുറ്റം പറയാൻ പാടില്ല. പക്ഷേ വസ്തുതയാണത്. നമുക്ക് അത്രയെങ്കിലും ഇവിടെ കിട്ടിയത് ഇറ്റ് വാസ് ബോൺ കേട്ടോ. ദൈവത്തിനോട് ഞാൻ നന്ദി പറയുന്നു. ഒരു ഇംഗ്ലീഷ് സ്കൂൾ ആ സമയമൊക്കെ ആയപ്പോഴേക്കും ഇവിടെ വന്നത്. പക്ഷേ ഇപ്പോൾ അപ്പം ചേച്ചി പറയുന്ന എല്ലാവർക്കും മൂവ് ചെയ്യാൻ പറ്റുമോ? എല്ലാവർക്കും പറ്റില്ല. പറ്റുന്നവർക്ക്, അതല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഡോക്ടർ, ഞാനൊരു എക്സാമ്പിൾ പറയണത് കേട്ടോ. ഡോക്ടർ എന്ന് പറഞ്ഞാൽ എന്തിനാണെന്ന് വെച്ചാൽ നല്ലപോലെ പേ ചെയ്ത് കിട്ടുന്ന ആൾക്കാരായിരിക്കുമല്ലോ. ആ ഡോക്ടർക്കും വൈഫിനും രണ്ടുപേരും ഡോക്ടേഴ്സ് ആണെങ്കിൽ അവർക്ക് ഇവിടെ നിന്ന് മാറാൻ പറ്റത്തില്ലെങ്കിൽ
ദേ ക്യാൻ പുട്ട് ദ ചിൽഡ്രൻ ഇൻ എ റെസിഡൻഷ്യൽ സ്കൂൾ അല്ലേ. അപ്പോൾ അയ്യോ അവരുടെ ഡെവലപ്മെൻറ്റ് നോക്ക്, അങ്ങനെ എല്ലാം കൂടെ എനിക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത്. ഇഫ് ദേ വോണ്ട് ടു മൂവ് ടു എ ബെറ്റർ സിറ്റി, ദേ ക്യാൻ മൂവ് ടു ചെന്നൈ ഓർ ബാംഗ്ലൂർ ആൻഡ് ടേക്ക് കെയർ ഓഫ് ദ ചിൽഡ്രൻ by sending them to schools which is nearby. Otherwise, if they just can't move out of Kerala, or they just wanted to be in a particular place for their development, then they have to put the children in a boarding school. ബോർഡിംഗ് സ്കൂളിന് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇനിയിപ്പോൾ അത് പറഞ്ഞു എന്ന് വെച്ചാൽ എൻ്റെ പേഴ്സ്പെക്റ്റീവാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഊട്ടി അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഉള്ള സ്കൂൾസിലെ, അത് ചോയ്സിൻ്റെയൊക്കെ സ്കൂൾസൊക്കെ ഉണ്ടല്ലോ, കുട്ടികൾക്ക് വിഷമം ഉണ്ടാവുമായിരിക്കും, പക്ഷെ അവർ ഡെവലപ്പായി വരും കേട്ടോ. പക്ഷേ അവരെ എല്ലാ വെക്കേഷനും അവരുടെ കൂടെ ഇരുന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുകയും അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ഒക്കെ വേണം നിങ്ങൾ. അതായത് നിങ്ങളിപ്പോൾ ഒരു വളരെ കുഗ്രാമത്തിൽ ഇപ്പോൾ സപ്പോസ് ഒരു ഫോറസ്റ്റ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യാണ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആകുമ്പോൾ യു ഹാവ് ടു പുട്ട് ദം ഇൻ ദ ബോർഡിംഗ് ഓൺലി ജസ്റ്റ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ചൈൽഡ്. അതിൽ തെറ്റൊന്നുമില്ല. അയ്യോ ഞങ്ങളുടെ കുഞ്ഞിനും പിരിഞ്ഞിരിക്കില്ല, അങ്ങനെയുള്ളവരപ്പോൾ എന്ത് ചെയ്യണം? യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് എ ജോബ് in the city and make them study in those schools. കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ ഇപ്പോൾ ജീവിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം. ഒന്നല്ലെങ്കിൽ അത്, ഒന്നല്ലെങ്കിൽ ഇത്, ഏതെങ്കിലും ഒരെണ്ണം ചെയ്തേ പറ്റുള്ളൂ കേട്ടോ. ബിക്കോസ് ചേച്ചി എന്താ പറയണേ, ചേച്ചി പറയുന്ന കുട്ടികളെ അടുത്ത് അവനവൻ്റെ മക്കളെ അവരവനെ തന്നെ നോക്കണം തന്നെയാണ് ഞാൻ പറയുന്നത്. പക്ഷേ you can adopt this kind of ways so that they will have more prowess in the language, they will know better people around. ഇപ്പം എന്നെ പോലെ ഞാൻ ആ സമയത്ത് ഞാൻ വല്ലാണ്ട് വിഷമിച്ച് പോയി ഞാൻ പറഞ്ഞില്ല. ഐ യൂസ് ടു ഫൈറ്റ് മൈ ഗട്ട്സ് ഔട്ട്, ലൈക്ക് ഇംഗ്ലീഷിൽ എക്സൽ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ കൂടെ ഡ്രസ്സ് ചെയ്ത് നിൽക്കണമെങ്കിൽ, അല്ലെങ്കിൽ മനോഹരമായിട്ട് പെരുമാറണമെങ്കിൽ, ഇതിനെല്ലാം നമ്മളുടെ സാഹചര്യങ്ങൾ നമുക്ക് ഹെൽപ്പ് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യു നീഡ് ടു മൂവ് ടു സിറ്റീസ്. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ബെറ്റർ ടു ബൈ ചെയ്യാൻ പറ്റാത്തവർ ഓക്കെ റെൻറ്റിന് കഴിഞ്ഞോളൂ. പക്ഷേ വാങ്ങുന്നത് എപ്പോഴും റെൻറ്റിന് പോകുന്നതിനേക്കാളും നല്ലതാണ്. ആദ്യത്തെ 1-2 വർഷം എല്ലാവർക്കും മേടിക്കാൻ പറ്റുമെന്ന് ചോദിക്കും. നിങ്ങൾ എന്തിനാ ഈ സ്വർണ്ണമൊക്കെ എടുത്ത് കഴുത്തി തൂക്കിയിട്ടിട്ട് നടക്കണേ? വൈ ഡോണ്ട് യു ബൈ എ ഹൗസ്? സെൽ ഇറ്റ്. ഞാനങ്ങനെ പറയുള്ളൂ. എന്നിട്ട് മേടിച്ച് വെച്ചോളൂ വേണമെങ്കിൽ. അല്ലെങ്കിൽ എന്താ ഉദ്ദേശം അതിൻ്റെ? അല്ലെങ്കിൽ അത് മോഡ്ഗേജ് ചെയ്യുക, അതിൻ്റെ മുകളിലൊരു ഓടി എടുക്കുക. ഇപ്പം നിങ്ങൾക്ക് കൈവിട്ട് പോകുന്നത് കുഴപ്പമാണെങ്കിൽ, കാരണം ഹെഡ്ജിങ് ഇഫക്റ്റ് ആണല്ലോ ഗോൾഡും, ഇറ്റ് ഈസ് അപ്രിഷിയേറ്റിംഗ്. ബട്ട് സ്റ്റിൽ ഇഫ് യു ഹാവ്, ഇന്നത്തെ കാലത്ത് ഞാൻ കാണുന്നു 75 മുതൽ 100 പവൻ വരെയാണ് ഒരു സാധാരണക്കാരൻ്റെ മക്കളെല്ലാം കഴുത്തിലിട്ടിട്ട് ഇറങ്ങുന്നത്. സോ അതിന് പകരമായിട്ട് യു പീപ്പിൾ ഷുഡ് സിറ്റ് ആൻഡ് ടോക്ക് ടു യുവർ പേരൻസ്. ബ്രൈഡിൻ്റെയും പേരൻസും ബ്രൈഡ് ഗ്രൂമിൻ്റെ പേരൻസും ഇരുന്ന് സംസാരിക്കണം. ഇതൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ളത്. ഒരു മകനും മകളും ഉള്ളെങ്കിൽ പിന്നെ വലിയ സംസാരിക്കാനൊന്നുമില്ല. വാട്ട് ആർ ദേ ഗോയിങ് ടു ഡു വിത്ത് ദാറ്റ്? 2 പേരൊക്കെ ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ടു ടോക്ക്. ആൾക്കാർക്ക് ദേഷ്യം വരും ഞാനിത് പറയുമ്പോൾ, ബട്ട് ഇത് തന്നെയായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. പറഞ്ഞിട്ട് മാറ്റുന്ന ആളുകളൊക്കെ ഉണ്ട്, അത് അവരുടെ സംസ്കാരം. മനസ്സിലായോ? പറഞ്ഞ് മാറ്റിക്കോട്ടെ. അതെൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒന്നും ഇല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പറ്റില്ലെന്ന് എന്നെ കേൾക്കുന്നവർ വിചാരിക്കേണ്ട. ഇന്നത്തെ കാലത്ത് അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. ഇപ്പം നമ്മളെപ്പോലുള്ളവർക്ക് ഉണ്ടാകും. ഇല്ലാത്തവർ വിഷമിക്കേണ്ട. അവരുടെ മക്കൾ പഠിച്ചവരുണ്ടാക്കിക്കോളും. ഉള്ളവരോടാണ് പറയുന്നത്. കാരണം ഉള്ളവർക്കും ഒരു ഉപദേശം വേണമല്ലോ. ഇല്ലാത്തവർ വിഷമിക്കേണ്ട അത് കേട്ടിട്ട്. അയ്യോ അപ്പം ഞങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. ദാറ്റ് ഈസ് യുവർ ഫോൾട്ട്. ഞാൻ അന്നും പറഞ്ഞു, നിങ്ങൾ ദരിദ്രനായിട്ട് ജനിക്കുന്നത് നിങ്ങളുടെ കുറ്റമല്ല, പക്ഷെ ദരിദ്രനായിട്ട് മരിക്കുന്നത് നിങ്ങളുടെ കുറ്റമാണെന്നല്ലേ എല്ലാവരും അറിവുള്ളവരൊക്കെ പറയുന്നത്. സോ വൈ ഡോണ്ട് യു ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ് ആൻഡ് ഡു സംതിങ് മച്ച് ബിഫോർ ഇറ്റ് ഈസ് ടു ലേറ്റ്. ഇപ്പോൾ 50 വയസ്സൊക്കെ ആയ ആളുകളാണെങ്കിൽ ഇനിയിപ്പം 6 വർഷമേ ഉള്ളൂ റിട്ടയർ ചെയ്യാനായിട്ട്, ഗവൺമെൻറ് ടീച്ചേഴ്സൊക്കെ ആണെങ്കിൽ. ആ 6 ഇയേഴ്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ നോക്കൂ. വൈ ഡോണ്ട് യു ജസ്റ്റ് അപ്രോച്ച് എ ഫിനാൻസ് പേഴ്സൺ ആൻഡ് ടെൽ. അവർ പറയുമ്പോൾ നമുക്ക് വീട് എന്തായാലും മസ്റ്റാട്ടോ. അവർ പറയുമ്പോൾ അയ്യോ ഈ SIP ലിട്ടോ ആ SIP ലിട്ടോ എന്നൊക്കെ പറഞ്ഞാലും അത് നിങ്ങൾക്ക് ചിലപ്പം SIP നന്നായി വരുമായിരിക്കും, ഇല്ലെന്ന് ഞാൻ പറയില്ല. പക്ഷെ റിയൽ എസ്റ്റേറ്റിലിട്ടാൽ ഇഫ് യു ആർ ചൂസിങ് ദ റൈറ്റ് പ്രോജക്റ്റ് ഇൻ ദ റൈറ്റ് പ്ലേസ്, ഓഫ് കോഴ്സ് ഒരിക്കലും അതുകൊണ്ട് നിങ്ങൾക്ക് ദോഷം വരാൻ പോകുന്നില്ല. സോ ട്രൈ ആൻഡ് സീ. അതേ 2-3 ടേക്ക് അവേസ് ഉണ്ട് ഇന്നത്തേൽ. 1, മേക്ക് യുവർ ചിൽഡ്രൻ സ്റ്റഡി ഇൻ ഗുഡ് സ്കൂൾസ്. 2, ആൻഡ് ഡോണ്ട് പേ ടു മച്ച് ഫോർ ദാറ്റ്. ഓക്കെ, അത് നിങ്ങൾക്ക് എഫോർഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. കടമേടിച്ച് വിടരുത് കേട്ടോ. 2, ട്രൈ ടു ബൈ എ ഹൗസ് ദാൻ റെൻറ്റിങ് എ ഹൗസ്. പക്ഷേ നിങ്ങൾ നോക്കുന്ന വീടും നിങ്ങൾ റെൻറ്റ് ചെയ്യുന്ന വീടും തമ്മിലുള്ള
EMI മാച്ചിങ് ആയിരിക്കണം. ഇപ്പം നിങ്ങൾ 60,000 രൂപയുടെ വീടേ നിങ്ങൾ താമസിക്കുള്ളെങ്കിലും എല്ലാം 4 ബെഡ്റൂമിൻ്റെ ആണെങ്കിൽ ബൈ 2 BHK ഹൗസ്. അതല്ല നിങ്ങൾ 2 BHK വീട് വാങ്ങിച്ചിട്ട് അല്ല റെൻറ്റിന് എടുത്തിട്ട് താമസിക്കാനാണെങ്കിൽ അപ്പം നിങ്ങളുടെ EMI മാച്ച് ചെയ്യുന്നത് ഒരു 1 BHK ഓൺ ചെയ്യാനായിരിക്കും. ഡു ദാറ്റ്. അങ്ങനെ ഉള്ള 2-3 കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്താലുണ്ടല്ലോ ഒരു 40-45 വയസ്സൊക്കെ ആകുമ്പോഴേക്കും കുറച്ച് സമാധാനമായിട്ടിരിക്കാം. ഒരു ആവറേജ് എബവ് മിഡിൽ ക്ലാസ് പേഴ്സണാലിറ്റി ആയിട്ട് നിങ്ങൾക്ക് ഇരിക്കാം കേട്ടോ. അല്ലാതെ ഒരിക്കലും ഒരാളും ദരിദ്രനായിട്ടിരിക്കില്ല. പഠിച്ച ആളുകൾ, പഠിപ്പുള്ളവർ ഇറങ്ങി പുറപ്പെടുക തന്നെ. മൂവ് ടുവേർഡ്സ് ദ സിറ്റി. യു വിൽ ഡെഫിനറ്റ്ലി ഫൈൻഡ് സംതിങ് ഓർ ദ അതർ ടു ലീവ് ദർ കേട്ടോ. ഗ്രാമത്തിൻ്റെ കംഫർട്ടിൽ ആ നല്ല പച്ചവെള്ളമൊക്കെ കുടിച്ച് നല്ല വെള്ളമൊക്കെ കുടിച്ച് നല്ല കാറ്റും വെളിച്ചമൊക്കെ കൊണ്ട് ഇരിക്കുമ്പോൾ ആ കംഫർട്ട് സോണിൽ നമ്മൾ അങ്ങോട്ട് മുഴുകിപ്പോവും. ആ കംഫർട്ട് സോണിൽ നിന്ന് മാറാനായിട്ട് ശ്രമിച്ചാൽ മാത്രമാണ് നമുക്ക് ഉന്നതി ഉണ്ടാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ IAS IPS അങ്ങനെയൊക്കെ കിട്ടണം, അല്ലെങ്കിൽ ഡോക്ടറാവണം, അല്ലെങ്കിൽ നല്ല വക്കീലാവണം. എന്തൊക്കെ ആണെങ്കിലും ഇറ്റ്സ് ബെറ്റർ ടു ലിവ് ഇൻ ദ സിറ്റി സോ ദാറ്റ് യുവർ ചിൽഡ്രൻ ഓർ യുവർ നെക്സ്റ്റ് പ്രൊജനി വിൽ ഡെവലപ്പ് കേട്ടോ. ഞാൻ പറയുന്നതിൽ എല്ലാവർക്കും ഇത് അഭിപ്രായമൊക്കെ ആവണമെന്നില്ല. അഭിപ്രായം മാറ്റമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇതിന് താഴെ കമൻറ്റ് ബോക്സ് ഉള്ളത്. യു ക്യാൻ കം ആൻഡ് കമൻറ്റ് വാട്ട് എവർ യു വോണ്ട് കേട്ടോ. അത് കാണുമ്പോൾ കേൾക്കുമ്പോൾ എനിക്കും ഉള്ള അജ്ഞത എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറും. ഞാൻ എൻ്റെ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്നാണല്ലോ ഇതിങ്ങനെ ഓരോന്ന് പറയുന്നത് അല്ലേ. ബിക്കോസ് ഒരിക്കലും മണ്ണ് ചതിക്കില്ല എന്ന് കേട്ടിട്ടില്ലേ. ഇന്നെവിടെയാണ് മണ്ണുള്ളത്, അതുകൊണ്ടാണ് നമ്മൾ ഫ്ലാറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും പറയും ഓവർ ഡിമാൻഡ് ആവില്ലേ. ഓവർ ഡിമാൻഡ് ആവില്ല, സപ്ലൈ കുറവാണ് ഇപ്പോഴും. കാരണം ഒരു വീട്ടിൽ നിന്ന് 3 പേരെങ്കിലും 3 മക്കളുണ്ടെങ്കിൽ 3 പേരും സിറ്റിയിലേക്കാണ് പോകുന്നത് അല്ലേ. ഇവിടെ ഒരു വീട്ടിൽ താമസിച്ചിരുന്നവർ 3ആയിട്ട് ഡിവൈഡ് ചെയ്താണ് പോകുന്നത് സ്ഥലത്തേക്ക്, വേറെ ഒരു സ്ഥലത്തേക്ക്. മേ ബി ഇപ്പം ഇവിടെ കേരളത്തിൽ ചോദിച്ചാൽ എല്ലാവരും ബാംഗ്ലൂരിലുണ്ട്. സോ അതിന് ഹൗസിങ് വേണ്ടേ അല്ലേ. അപ്പോൾ കുറേ ഹൗസിങ് വേണം. അവർ കുറച്ച് നാൾ റെൻറ്റിന് താമസിക്കാൻ പറ്റുമെങ്കിൽ താമസിച്ചിട്ട് നോക്കുക. ആ റെൻറ്റ് അനുസരിച്ച് വീട് വാങ്ങിക്കാനാണെങ്കിൽ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് തിങ് യു ക്യാൻ ഡു. ഇനീഷ്യൽ 1 or 2 years വാച്ച് ദ മാർക്കറ്റ്. EMIയും നിങ്ങളുടെ ഇതുമായിട്ട് പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് നോക്കുക. ഗോ ഹെഡ് ആൻഡ് ബൈ എ സ്മോൾ നെസ്റ്റ് ഫോർ യുവർ സെൽഫ്. ഇത് ഒരു അനുഭവസ്ഥയുടെ കുറിപ്പുകളാണ് കേട്ടോ. ദിസ് ഇസ് വാട്ട് ഐ എം ട്രൈങ് ടു ടോക്ക് ഇൻ ദിസ് ഗ്രേറ്റ് ഇന്ത്യൻ ഫാമിലി എപ്പിസോഡ് നമ്പർ 13 ആണത്. ഓക്കെ, ബൈ. See you tomorrow.